നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് ഒബാമ നടപ്പാക്കിയ അഫോർഡബിൾ കെയർ ആക്ട് ആരോഗ്യ സംരക്ഷണ ഇൻഷുറൻസ് പദ്ധതിയിൽ ഇതേവരെ 2.1 മില്യണിലധികം പേർ രജിസ്റ്റർ ചെയ്തതായി ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ ഇത് ഗവൺമെന്റ് പ്രതീക്ഷിച്ചതിൽ നിന്നും 3.3 മില്യൺ കുറവാണ്. കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ ആരംഭിച്ച രജിസ്ട്രേഷൻ ഇന്റർനെറ്റ് വെബ്സൈറ്റിലുണ്ടായ സാങ്കേതിക തകരാർ മൂലം അപേക്ഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ വന്നിരുന്നു. ഈ വർഷം ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ പുതിയ ഇൻഷുറൻസ് പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 36 സംസ്ഥാനങ്ങൾ healthcare.gov എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചും മറ്റുള്ള സംസ്ഥാനങ്ങൾ അവരുടേതായ വെബ്സൈറ്റ് ഉപയോഗിച്ചും ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തുവരുന്നു. ഇന്ത്യൻ വംശജരായ നിരവധി പ്രമുഖർ കഴിഞ്ഞ വർഷം അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായി വിവിധ ഗവൺമെന്റ് വാണിജ്യ മേഖലകളിലെ ഉന്നത പദവിയിൽ എത്തിച്ചേർന്നു. ഇന്ത്യക്കാർക്ക് അഭിമാനകരമായ കഴിഞ്ഞ വർഷം നടന്ന നിയമനങ്ങളിൽ പ്രധാനമായവയിൽ ചിലത് നിഷ ദേശായ് ബിഷ്വാൾ, അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ സൌത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യൻ അഫയേഴ്സ്, Gurji Ghosh, Global Development Council, Frank Islam, Kennedy Center Board of Trustees, Arun Kumar, Assistant Secretary and Director General of the U.S. and Foreign Commercial Service, Vivek Murthy, Surgeon General, Asida Raji, Member of the President's Commission on White House Fellowship, Sri Srinivasan, U.S. Court of Appeals for District of Columbia, Punit Talwar, Assistant Secretary of State for Political and Military Affairs എന്നിവരാണ് പ്രസിഡന്റ് ഒബാമ ഭരണകൂടത്തിൽ നിയമിതരായ ഉന്നതസ്ഥാനീയർ. വിവിധ സംസ്ഥാനങ്ങളിൽ നന്ദിത ബെറി, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ടെക്സസ്, വിനി ചബറിയ, US District Judges for Northern District of California, Sunil Kulkarni, State Judge in Northern California, Manisha Shah, US District Court for the Northern District of Illinois, Indira Talwani, District Court in Boston, Sarish Parikh, U.S. Manufacturing Council, Neeraj Shahai, President S&P Rating Service എന്നിവരാണ് മറ്റ് ഉന്നത പദവിയിൽ എത്തിയിരിക്കുന്നവർ. അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ സെൻട്രൽ ആൻഡ് സൌത്ത് ഏഷ്യ ആയി ചുമതല ഏറ്റതിനു ശേഷം നിഷ ബിസ്വാൾ നടത്താനിരുന്ന തന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചു. ജനുവരി 6 നടത്താനായി നിശ്ചയിച്ചിരുന്ന ഈ സന്ദർശനം ദേവയാനി ഖോബ്രഗേഡ് പ്രശ്നങ്ങളുടെ പേരിൽ ഇരു രാജ്യങ്ങളിലും തമ്മിലുണ്ടായ അകൽച്ചയെ തുടർന്നാണ് മാറ്റിവെക്കപ്പെട്ടത്. യാത്ര ജനുവരി 13 മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ഇത് നടക്കുമോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പിൽ പറയുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഹ്യൂസ്റ്റന്റെ ചാൻസലർ റൂം പ്രസിഡന്റുമായ റേണു ഖട്ടോർ US ഫെഡറൽ റിസർവിന്റെ ടെക്സസ് ബ്രാഞ്ച് ഡെപ്യൂട്ടി ചെയറായി നിയമിതയായി. US ഫെഡറൽ റിസർവിന് രാജ്യത്ത് ഉടനീളമായി 12 ബ്രാഞ്ചുകളാണ് ഉള്ളത്. ഓരോ ബ്രാഞ്ചിലും 9 അംഗങ്ങൾ വീതമാണ് ഉള്ളത്. ഖട്ടോർ 2011 മുതൽ ഡാലസ് ബ്രാഞ്ച് ബോർഡ് മെമ്പർ ആയിരുന്നു. 2014 എക്സെപ്ഷണൽ ലീഡർഷിപ്പ് എക്കണോമിക് ഡെവലപ്മെന്റ് അവാർഡായ ക്വൈസർ അവാർഡ് റേണു ഖട്ടോറിന് ലഭിക്കുകയും ചെയ്തു. 2014 അമേരിക്കൻ കോൺഗ്രസിലേക്കുള്ള ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ ഡോക്ടർ അനിൽ ബി കുമാർ മത്സരിക്കുന്നു. 62കാരനും യൂറോളജിസ്റ്റുമായ ഇദ്ദേഹം മിഷിഗൻ 11ാം കോൺഗ്രസ് ഡിസ്ട്രിക്റ്റിൽ നിന്നും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുക. സ്ഥാനാർത്ഥിത്വം ലഭിച്ചാൽ ഇപ്പോഴത്തെ റിപ്പബ്ലിക്കൻ കോൺഗ്രസ്മാനായ കെരി ബെന്റിവോളിയോയെയാണ് മത്സരത്തിൽ നേരിടേണ്ടി വരിക. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിത്വത്തിന് ഇദ്ദേഹത്തിന്റെ പ്രധാന എതിരാളി ബോബി മക്കിനിയാണ്. ജയ്പൂരിൽ ജനിച്ച ഡോക്ടർ അനിൽകുമാർ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടർ ബിരുദം നേടി. 33 വർഷങ്ങളായി റോച്ചസ്റ്റർ ഹില്ലിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തിവരുന്നു. ആശാ സിംഗ് എന്ന ഇന്ത്യൻ വംശജയായ ഗായിക നിർമ്മിച്ച മേഴ്സി എന്ന മ്യൂസിക് ആൽബം ബിൽബോർഡിന്റെ സെപ്റ്റംബർ ചാർട്ടിൽ 7ാം സ്ഥാനത്ത്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ വംശജയുടെ സിംഗിൾ ഗാന സമാഹരണം അമേരിക്കൻ ബിൽബോർഡിൽ സ്ഥാനം പിടിച്ചത്. ന്യൂയോർക്കിൽ ജനിച്ച ഇവർ മയാമി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംഗീതത്തിൽ മാസ്റ്റർ ബിരുദം നേടി. പ്രശസ്ത സംഗീതജ്ഞരായ ഷക്കീറ, ഡാഡി യാങ്കി എന്നിവരുടെ ആൽബങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആശാ സിംഗിന്റെ അടുത്ത സംഗീത ആൽബം ഈ വർഷം ആദ്യം പുറത്തിറങ്ങുന്നതാണ്.
അമേരിക്കയിൽ ആദ്യമായി നിയമപരമായി ഗഞ്ചാവ് വിൽക്കാൻ അനുമതി നൽകിയ സംസ്ഥാനമായ കൊളറാഡോയിൽ ജനുവരി 1 മുതൽ ഇവ വിൽപ്പന നടത്തുന്ന വിൽപ്പനശാലകൾ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യ ദിവസം തന്നെ ഇത്തരം കേന്ദ്രങ്ങളുടെ മുൻപിൽ ആവശ്യക്കാരുടെ വൻ നിര തന്നെ ഉണ്ടായിരുന്നു. ലഹരിമരുന്നായി അമേരിക്കൻ ഫെഡറൽ ഗവൺമെന്റ് കണക്കാക്കുന്ന ഗഞ്ചാവ് റിക്രിയേഷണൽ ആവശ്യത്തിനായി ഉപയോഗിക്കുവാൻ അനുമതി നൽകിയ 2 സംസ്ഥാനങ്ങളിൽ മറ്റൊന്ന് വാഷിംഗ്ടൺ സ്റ്റേറ്റ് ആണ്. വിപുല അധികാരമുള്ള സംസ്ഥാന നിയമസഭകൾക്ക് നിയമനിർമ്മാണം നടത്തുവാനും പ്രാവർത്തികമാക്കുവാനും ഫെഡറൽ ഗവൺമെന്റിന്റെ അനുവാദം ആവശ്യമില്ല. ഫെഡറൽ ഗവൺമെന്റിന് ഇത്തരം നിയമങ്ങളെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുക മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്ലഹോമ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ഓക്ലഹോമ സിറ്റിയിൽ ബൈബിളിലെ 10 കൽപ്പനകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് സാത്താൻ വിശ്വാസികൾ സാത്താന്റെ പ്രതിമ വയ്ക്കുവാൻ അനുവദിക്കുന്നതിന് അപേക്ഷ നൽകി. ഇവർ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന സാത്താന്റെ പ്രതിഷ്ഠയുടെ രൂപവും പുറത്തുവിട്ടു. ക്രിസ്ത്യൻ വിശ്വാസികളുടെ ശക്തി കേന്ദ്രമായ ഓക്ലഹോമ സംസ്ഥാനം പൊതുസ്ഥലത്ത് 10 കൽപ്പനകൾ സ്ഥാപിച്ചതിനെതിരെ നിരവധി സംഘടനകൾ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഓക്ലഹോമ ക്യാപിറ്റൽ പ്രിസർവേഷൻ കമ്മീഷൻ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്ററും കേരള അസോസിയേഷൻ ഓഫ് ഡാലസും എല്ലാ മാസവും സീനിയർ സിറ്റിസൺസിനു വേണ്ടി നടത്തിവരുന്ന ആരോഗ്യ പരിപാലന സെമിനാറിൽ ഡോക്ടർ തോമസ് വർഗീസും ഡോക്ടർ ഷേർലി മാത്യുവും പ്രഭാഷണം നടത്തുകയുണ്ടായി. ഡോക്ടർ തോമസ് വർഗീസ് പ്രായമായവരിൽ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി ക്ലാസ് എടുത്തു. ഡോക്ടർ ഷേർലി ദന്താരോഗ്യം പ്രായമായവരിലും കാത്തുസൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. ICAC ജനറൽ സെക്രട്ടറി ഐ വർഗീസ് സദസ്സിന് നന്ദി പറഞ്ഞു. One of the damages caused by medicine is diabetes. അത് ഏതൊക്കെ മരുന്നാണെന്നുള്ളത് I'll come to the next slides. Chronic pancreatitis, അതിന്റെ നമ്പർ 1 കാരണം എന്താണെന്ന് പറയാം? ആർക്കെങ്കിലും anybody can say what is the number 1 reason for chronic infection or inflammation of the pancreas? Long-term use of alcohol. Yeah. പിന്നെ പാൻക്രിയാറ്റക്ടമി, എന്തെങ്കിലും പാൻക്രിയാസിന് ട്യൂമറോ ക്യാൻസറോ എന്തായാലും വന്നു കഴിഞ്ഞിട്ട് പാൻക്രിയാസിന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മുറിച്ച് കളയേണ്ട ഒരു അസുഖം വന്നു കഴിയുമ്പോഴത്തേക്കും there is a relative deficiency of platelet cells causing decrease in the pancreatic enzyme production. Cortisone, prednisone എന്ന് പറയുന്ന മരുന്നുകൾ അപ്പം ഇവിടെ ഒരു സ്കിൻ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് they'll give you some steroids. That's കൂടുതലായിട്ട് ശ്വാസമുട്ടൽ വരുമ്പോഴത്തേന് അതിന് ട്രീറ്റ്മെന്റ് steroids ആണ്. എന്തെങ്കിലും പോയിസൺ ആയിട്ട് ഇൻഫെക്ഷൻ പോയി കഴിഞ്ഞാൽ അവര് steroids തരും. Anyway, in short, I mean, steroids is way commonly used in this country more than in any other countries, I think. ഓരോ ഇൽനെസിനെ മാസ്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ സ്റ്റെറോയിഡ് കഴിച്ചു കഴിഞ്ഞാൽ അനുഭവപ്പെടുക. ഒറിജിനൽ കണ്ടീഷൻ മാറുന്നില്ല. ആ സമയത്ത് ഒരു മുഖത്ത് പൗഡർ ഇടുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. എന്തെങ്കിലും ബ്ലമിഷസ് ഉണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്ക് പോകും, പക്ഷേ വാഷ് ചെയ്യാൻ നേരത്തെ ആ ബ്ലമിഷസ് അവിടെ തന്നെ കാണും. So this country, I mean, people use a lot more steroids than they should. പക്ഷേ സ്റ്റെറോയിഡിന്റെ യൂസ് കൊണ്ട് it's a long-term complication that they can become diabetic. Your muscles don't put your teeth together. ഇങ്ങനെ ചില ആൾക്കാരെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഈ മസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. They're always clenched and they're always grinding. അപ്പൊ ഇതിന്റെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുകയും ക്ലൻസ് ചെയ്യുന്ന ആൾക്കാര് ഉറക്കത്തിലാണ് ഏറ്റവും കൂടുതൽ ആ ഫോഴ്സ് പല്ലിനെ ബാധിക്കുന്നത്. കാരണം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ വി ഡോണ്ട് ക്ലൻച്ച് ദാറ്റ് ഹാർഡ്. ഉറക്കത്തില് വി ക്ലൻച്ച് റിയലി ഹാർഡ്. അപ്പൊ അത് ഏകദേശം 1000 pounds per square inch ഫോഴ്സ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് അങ്ങനെ വരുമ്പോൾ പല്ല് തേഞ്ഞു പോകും, ഇനാമൽ നഷ്ടപ്പെട്ടു പോകും. ചിലരുടെ പല്ല് നോക്കിയാൽ നല്ല നിരപ്പാണ്, ഫ്രം ഇറ്റ്സ് വെരി ഫ്ലാറ്റ്, ദ ഇനാമൽ ഹാസ് ഗോൺ. സോ ആ സിറ്റുവേഷൻ വരുമ്പോൾ പുളിപ്പ് അനുഭവപ്പെടും പല്ലിന്. അപ്പൊ എന്തെങ്കിലും തണുത്തത് കുടിക്കുമ്പോൾ ബിക്കോസ് ദ ഇനാമൽ ഇസ് ഡാമേജ്ഡ്, അപ്പം ട്രൈ ആസ് മച്ച് ആസ് പോസിബിൾ നോട്ട് ടു പുട്ട് യുവർ ടീത്ത് ടുഗദർ. അപ്പൊ ബി അവെയർ ഓഫ് ദാറ്റ്. ഞാൻ പേഷ്യൻസിനോട് പറയും എപ്പോഴും, ഇഫ് യു ഹാവ് എ സർട്ടൻ പ്ലേസ് ദാറ്റ് യു സ്റ്റേ, ദേ ഓൾവേസ് ഹാവ് ലൈക്ക് 4 letters LTT, which is lips together, teeth apart. അപ്പൊ അത് കാണുമ്പോഴെല്ലാം ട്രൈ ടു ഡ്രോപ്പ് യുവർ ജോ. ആ ജോ ഡ്രോപ്പ് ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു റിലാക്സേഷൻ വരും. സോ ട്രൈ ടു ക്ലെൻസ് യുവർ പുട്ട് യുവർ ടീത്ത് ടുഗദർ. ഇങ്ങനെ പിടിക്കുമ്പം എല്ലാം അങ്ങ് ടൈറ്റൻ ആവും, നമ്മുടെ ശരീരം മുഴുവൻ അങ്ങ് ടെൻസ് ആവും. അപ്പൊ അങ്ങനെ ടെൻസ് ആകുമ്പം സ്ട്രെസ് ഹോർമോൺസ് ഒത്തിരി സെക്രീറ്റ് ചെയ്യും.
സ്ട്രെസ് ഹോർമോൺ സെക്രീറ്റ് ചെയ്ത കാരണം നമ്മുടെ ബോഡിക്ക് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടും. അതുകൊണ്ട് ഈ പല്ലെന്ന് പറയുന്നത് it is very important. So try to not put them together. The only time it touches is when you eat something. ബാക്കി സമയത്തല്ല it is supposed to be in the rest position. ഇന്നത്തെ പ്രോഗ്രാമിൽ പ്രധാനമായിട്ട് പങ്കെടുത്ത രണ്ടുപേര്, ഒന്ന് ഡോക്ടർ തോമസ് വർഗീസ്. അദ്ദേഹം നമ്മളെല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുപരി എനിക്ക് തോന്നുന്നു 1988 തോന്നുന്നു നമ്മൾ കേരള സോഷ്യലിന്റെ കമ്മിറ്റിയിലുണ്ടായിരുന്നു, പഠിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു ഈ പരിപാടി കാര്യങ്ങൾ പ്രസന്റ് ചെയ്തതിലുള്ള നന്ദിയും സന്തോഷവും അറിയിച്ചോളൂ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഡോക്ടർ ഷേർലി മാത്യു, പിന്നെ ഭർത്താവ് മിസ്റ്റർ മാത്യൂസും കൂടെ വരികയും ഇതെല്ലാം തന്നെ വിജയിപ്പിക്കാൻ സഹകരിച്ചതിലുള്ള നന്ദിയും സന്തോഷവും അറിയിച്ചോളൂ. ന്യൂജേഴ്സിയിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ നമാമിന്റെ 4ാം വാർഷികം സൌത്ത് ബ്രൌൺസ്വിക്കിലുള്ള ചട്നി മാനർ ബാങ്ക്വറ്റ് ഹാളിൽ വെച്ച് നടക്കുകയുണ്ടായി. അസംബ്ലിമാൻ ഉപേന്ദ്ര ചൌക്കള, ഡോക്ടർ വേദ് ചൌധരി, തോമസ് മൊട്ടേക്കൽ, അറ്റോർണി തോമസ് അലൻ, ഡോക്ടർ ഗോപിനാഥൻ നായർ, ഡോക്ടർ അംബിക നായർ, സുധാകർ മേനോൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിനോട് അനുബന്ധിച്ച് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം നേടിയ ഇന്ത്യക്കാരെ എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. ഡോക്ടർ RG കൃഷ്ണൻ, ഡോക്ടർ ബിഷൽ അഗർവാൾ, ഡോക്ടർ നിഷ പിള്ള, ശ്രീ അലക്സ് കോശി വിളനിലം, ഗായിക സുമ നായർ എന്നിവരാണ് നമാമിന്റെ എക്സലൻസ് അവാർഡിന് അർഹരായത്. This is a special occasion to me and the entire Namam team. I am honored by the presence of all of you who are with us today as we celebrate the 4th anniversary, and we are extremely proud to honor today some of the most accomplished individuals in our community with the Excellence Award. Work together as a close-knit family along with a sense of community. In this spirit, early in the year we had the Malayali New Year issue, which began with the traditional Vishukani or display. Our focus, as in previous years in Vishu, is on our children and on the classical Indian styles of the performing arts. When I stand before you to receive this award, on behalf of the noblest of all professions, I stand choicelessly humbled before the great masters of modern medicine, before my teachers who held my hands as I trekked the tough terrains of medical training, and before my patients from whom I learned the lessons of life every single day. All the members of Namam, I accept this honor and this award on behalf of all community leaders under Nair and his team. They are doing an excellent job. Many people ask me, oh, you are going to become another Nair because you are going to accept a Namam award. Right now I'm emotional, which I thought that I won't be, but special thanks to Namam. I've been singing for their shows, and this will be one of my most treasured moments. I will cherish this. In my house, then somebody else had it in the basement of the year. We had a small house in this we started temple. It's called the Old Prayer Hall. And now thousands and thousands of people have made to build this temple there. I've been coming to Namam last couple of years, and when I looked at the award ceremony and the annual banquet, I thought maybe next year is going to look like Oscar Awards. Because you got a chaperone coming here, and not just recognizing the people from Kerala, but you have spread out, recognizing Bishop Agarwal, from North India, and trying to see. Chidanandarupa
USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.